every night are we paradise, paradise seems so far away. Still I try to buy myself some time to get me to that place. അബേരി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ അരി അരയ്ക്കാൻ പോണ വീഡിയോയാണ് കേട്ടോ. ദോശയ്ക്കാണ് നമ്മൾ അരി ഇട്ടിരുന്നത് കേട്ടോ. അരിയും ഉഴുന്നും കൂടെ ഇട്ടിരുന്നത് 3 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നും ഇട്ടിരുന്നത് കേട്ടോ. പിന്നെ ഒരിത്തിരി ചോറും ചേർക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ മിക്സി മാറ്റിയിട്ട് ഞങ്ങൾ പുതിയൊരു മിക്സി ഓൺലൈൻ വഴി ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയിരുന്നത്. പഴയ മിക്സി സഹാറയുടെ ആയിരുന്നു കേട്ടോ. അതൊരു 10-11 വർഷമായ കേട്ടോ ആ മിക്സി. അതിന് കുറച്ച് കംപ്ലൈൻറ്റ് വന്നിട്ട് അത് മാറ്റിയിട്ട് ഞങ്ങൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ വന്നപ്പോഴാണ് കണ്ടത് അതിൻ്റെ ജാറുകൾക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് റിട്ടേൺ ചെയ്ത് നോക്കിയപ്പോൾ അത് പറ്റിയില്ലെന്ന് പറഞ്ഞു കേട്ടോ. അവർ ഇതിന് റിട്ടേൺ പോളിസി ഇല്ലെന്ന് പറഞ്ഞ് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ സെയിം കമ്പനിയുടെ സാധനം തന്നെ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. പക്ഷേ അതിനകത്ത് നമുക്ക് ശരിക്കും അതിൻ്റെ ലിഡ് ശരിക്കും ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റില്ല. ടൈറ്റായിട്ട് അടഞ്ഞു പോയാൽ പിന്നെ തുറക്കാനും ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ തന്നെയല്ല പെട്ടെന്ന് അരഞ്ഞു കിട്ടാനും പാടാണ്. സാധാരണ എൻ്റെ പഴയ മിക്സിക്കാണെങ്കിൽ പെട്ടെന്നൊന്നും അരഞ്ഞു കിട്ടുമായിരുന്നു. പക്ഷേ അതാണെങ്കിൽ എൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ നന്നാക്കിയിട്ടത് അങ്ങനെ മാറ്റി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സാൻസൂയിയാണ് കേട്ടോ. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നല്ല റേറ്റും കാര്യങ്ങളും കണ്ടിട്ടാണ് വാങ്ങിയത്. പക്ഷേ കിട്ടിയപ്പോഴാണ് ഇപ്പോൾ സംഭവം അത്ര ക്വാളിറ്റി ഇല്ല, മീൻസ് നമുക്ക് ഉപയോഗപ്പെട്ടില്ല കേട്ടോ. എന്നാലും പക്ഷേ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് അരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കൊണ്ടും കാണാം വേറെ എണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് നല്ലത് കടയിൽ പോയിട്ട്. പിന്നെ ഇതേ രാവിലെ ദോശയൊക്കെ ചുട്ട് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്. എന്നിട്ട് ചേട്ടായി മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പും മഞ്ഞളൊക്കെ ഇടുന്നതിന് മുമ്പ് ഞാൻ ആ മീൻ വെള്ളം കൊണ്ട് ഞാൻ കറിവേപ്പിലയ്ക്കും ഒക്കെ കൊണ്ടൊഴിച്ചാണ് കേട്ടോ. ഇത്തിരി വെള്ളമോടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടൊഴിച്ചത്. എന്നിട്ട് പിന്നെ ഇത് മീൻകറിയൊക്കെ വെക്കുവാണേ. അതിനിടയ്ക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ ചിക്കുമരം നിൽപ്പുണ്ടേ. അപ്പോൾ അതിൽ അത്യാവശ്യം ചിക്കു ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 ഞങ്ങൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പാകത്തിനാണ് പഴുത്ത് കിട്ടിയത്. അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല മധുരമുണ്ട് കേട്ടോ. പിന്നെയും 2 പൊട്ടിച്ച് വെച്ചിട്ടുണ്ടേ പഴുപ്പിക്കാനായിട്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചി എനിക്ക് കുറച്ച് ചെടി, അതിൽ കുറച്ച് ഞാനെടുത്ത് എനിക്ക് വെള്ളത്തിൽ വെക്കാൻ തോന്നി, വാട്ടർപ്ലാന്റായിട്ട് വളർത്താൻ തോന്നിയ ചെടികൾ മാത്രമായിട്ട് എടുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ഓരോ കുപ്പികളിലാക്കി വെച്ചിരുന്നത്. ഈ ചെടിയാണെങ്കിലും എനിക്ക് എങ്ങും പുറത്ത് നടാൻ തോന്നില്ല കേട്ടോ. അകത്തുകൊണ്ട് ഭംഗിക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അന്നേരം ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അതിനകത്തൊരു മുട്ടൊക്കെ ഉണ്ടായിട്ട് പൂവലൊക്കെ. അങ്ങനെ സ്റ്റെയർ കേസിന് സൈഡിൽ വെച്ചിരുന്ന എല്ലാ ചെടികളും എടുത്തിട്ട് അതിൻ്റെയൊക്കെ വെള്ളം മാറ്റി അതിൻ്റെയൊക്കെ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് കൊടുത്ത് സുന്ദരികളാക്കി വീണ്ടും ഞാൻ സ്റ്റെയർ കേസിന് സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസിന് സൈഡിൽ മുകൾ വശത്തായിട്ട് ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെ കൂടി നല്ലതായിട്ട് സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഈ സ്റ്റെയർ കേസൊക്കെ ചെടികൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് സൂര്യപ്രകാശവും കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും നല്ല ഭംഗിയായിട്ട് വെള്ളത്തിൽ വളർന്ന് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഈ ഒരു സൈഡ് നോക്കുമ്പോൾ കേട്ടോ. അങ്ങനെ എനിക്കന്ന് ചേച്ചി തന്ന കുറേ ചെടികൾ ഞാൻ ഇതുപോലെ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇരുന്നതും പിന്നെ ആ ചേച്ചി തന്നതുമായ കുറേ ചെടികൾ ഞാനിങ്ങനെ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ വെച്ചേക്കുന്ന നമ്മുടെ ആ കുപ്പികളൊക്കെ കുറേ ഇടയ്ക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്, കളർ ചെയ്യാനുണ്ട്. പക്ഷേ അതൊന്നും എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല മുട്ടുവേദനയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം പണികളൊന്നും ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് അതൊക്കെ പിന്നെ സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ.